സോ ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് ഗൈസ് നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ്. അത് തന്നെയാണ് ഇന്ന് കളിക്കുന്നത്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ നല്ല സപ്പോർട്ട് കിട്ടി. അത്യാവശ്യം കുറേ ആൾക്കാർ കമൻറ്റൊക്കെ ഇട്ടു. അതിലെനിക്കൊരു ബ്രോ പറഞ്ഞാണ് ക്യാരറ്റ് ഫാം ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ ഇന്ന് ക്യാരറ്റ് ഫാം ഉണ്ടാക്കാൻ പോണ്. ഓട്ടോമാറ്റിക് ക്യാരറ്റ് ഫാം. അതുണ്ടാക്കാൻ എനിക്ക് കുറച്ച് അയണുണ്ട്. ഇതൊന്നും പോരാ, നമുക്ക് മറ്റേ ഹോപ്പർ ഉണ്ടാക്കണം, പിന്നെ മറ്റേ റെയിൽവേ ഉണ്ടാക്കണം, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. എനിക്കിനി കുറച്ച് അയണും വേണം. പിന്നെ ഞാൻ പറയാൻ പറഞ്ഞു, ഈ ഒരു സ്ഥലം ഞാൻ ജസ്റ്റ് ഓഫ്ലൈൻ ആയിരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്താണ്. വലുതായിട്ടൊന്നും ചെയ്തില്ല, ജസ്റ്റ് സ്റ്റെപ്പ് പണിഞ്ഞ് ഈ ഇതിലെ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തെ വില്ലേജ് എത്തും. ഇതാകുമ്പോൾ നമുക്ക് ഫാമിലോട്ട് വില്ലേജസിനെ കൊണ്ടുവരാൻ എളുപ്പമായിരിക്കും. അല്ലെ അതിലേക്കൂടെയൊക്കെ പറന്നു വരുന്നത് ഭയങ്കര പാടാണ്. ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് ഇത്ര ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ഫാമിൻ്റെ ആയിരുന്നു സെറ്റാക്കാം. നമുക്ക് ജസ്റ്റ് കുറച്ച് വുഡും കാര്യങ്ങളൊക്കെ വേണം, അതൊക്കെ നമ്മളൊന്ന് കളക്ട് ചെയ്യട്ടെ. നമ്മൾ ഈ ഒരു സ്ഥലത്തായിട്ടായിരിക്കും നമ്മൾ ഇത് ക്യാരറ്റ് ഫാം ഉണ്ടാക്കാൻ പോകണം. എനിക്ക് പനിയാണ്, അത് കാരണം ഞാൻ കുറേ നാൾ വീഡിയോ ഇടാതിരുന്നത്. പിന്നെ എല്ലാവരും കമൻറ്റ്, അത്യാവശ്യം എനിക്ക് നല്ല കമൻറ്റും വ്യൂസൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ അടുത്ത പാർട്ട് ഇറക്കി. അപ്പം നമ്മൾ ഇന്ന് എന്തായാലും ക്യാരറ്റ് ഫാം ഉണ്ടാക്കാൻ പോണ്. ഞാനിപ്പോൾ 1 മിനിറ്റായി. നമ്മൾ ഇന്ന് എന്തായാലും ക്യാരറ്റ് ഫാം ഉണ്ടാക്കാൻ പോണ്. പിന്നെ കഴിച്ച് നമ്മളൊരു സർവർ തുടങ്ങിയിട്ടുണ്ട്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി, നമുക്ക് സെറ്റാക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കുറച്ച് അയണും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചിട്ട് വരണം. ഗായ്സ്, ഞാൻ പിന്നെ ഇത് പണിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതാണ്ട് ഇവിടെ ഒരു അയൺ കണ്ട്. ഞാൻ അത് അന്ന് വെട്ടിയില്ല, കാരണം നിങ്ങൾ പിന്നെ അവസാനം പറയുന്നത് ഞാൻ ക്രിയേറ്റീവാണ്. നിങ്ങൾ ഈ സീഡിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അത്യാവശ്യം നല്ലൊരു സീഡാണ്. അത്യാവശ്യം അയണും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് ഹോപ്പറും കാര്യങ്ങളുണ്ടാക്കാം. ഞാൻ ഇതുവരെ ഫുൾ ആർമർ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അതാണ് ഇപ്പം ഈ സാധനങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് നമുക്ക് ഇച്ചിരി അങ്ങോട്ടൊക്കെ പോയി നോക്കാം, വല്ല അയണും കിട്ടുമായിരിക്കും. എനിക്കെന്തായാലും ഇവിടെ ഒരു 4 അയൺ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും വയ്യ, പനി കൂടിയിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ വീഡിയോ ഇടുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ പോയിട്ട് നമുക്ക് ഈ ഒരു അയൺ സ്മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇച്ചിരി ആ ഒരു സൈഡിലോട്ട് പോകാം. ഞാൻ ആ ഒരു സ്ഥലം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ടുണ്ട്. ആ സ്ഥലത്ത് അത്യാവശ്യം അയൺ കിട്ടാൻ സാധ്യത കൂടുതലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മറ്റേ ഈ സ്റ്റോൺ ഏരിയ ആണ്. അതൊരു മൗണ്ടൈൻ കണക്ക് ഒരു സംഭവമാണ്. ആ സ്ഥലത്ത് അയൺ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പോകാം. പിന്നെ നമുക്ക് ഹോപ്പർ ഉണ്ടാക്കാൻ 1 2 3 4 5 ഇതാണ് അയൺ വേണം. പിന്നെ മറ്റേ ട്രോളി ഉണ്ടാക്കുകയാണെങ്കിൽ 5 എണ്ണം വേണം. എങ്ങനെ പോലും നമുക്ക് പണിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് അയൺ എന്തായാലും ഒപ്പിക്കേണ്ടി വരും. നമുക്ക് തൽക്കാലത്തേക്ക് ഒരു ചെസ്റ്റും കൂടെ ഉണ്ടാക്കണം അല്ലേ, എന്നാൽ പിന്നെ ഹോപ്പറൊക്കെ ഉണ്ടാക്കാം. പിന്നെ വണ്ടി ഉണ്ടാക്കാൻ എന്തായാലും നല്ല ടൈം എടുക്കും, കാരണം റെയിൽവേ ഒക്കെ പണിയെടുക്കണമെങ്കിൽ നല്ല താമസമാണ്. ഇതിന് അത്രയും സാധനങ്ങളുടെ ആവശ്യമുണ്ട്. ഒരു ഹോപ്പർ ഉണ്ടാക്കാം. ഓക്കെ, ഈ റെയിൽവേ, ഇത് മൈൻ കാർട്ടും ഉണ്ടാക്കി കഴിഞ്ഞാൽ സീൻ വല്ലതും ഉണ്ടോ? ഉണ്ടാക്കി. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് മൈൻ കാർട്ടും ഹോപ്പറും കൂടെ ഒരുമിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനം കിട്ടും ഗൈസ്. മൈൻ ഹോപ്പർ അങ്ങനെയല്ലേ പറയുന്നത്? എന്തോ. അപ്പം നമ്മൾ ഈ ഒരു സൈഡിലായിട്ടായിരുന്നു നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കാൻ പോണത്. എങ്ങൊന്നും കയറി പോകണില്ല. ഇവിടെ ജസ്റ്റ് ഈ ഒരു വഴിക്ക് നമുക്ക് ഇവിടെ എവിടെയാണെന്നോണ്ടെന്നോണ്ട് ആ സ്ഥലം കണ്ടോ, ഇവിടെ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് അപ്പുറ സൈഡിൽ പോവാം. ഇവിടെ എന്തായാലും കാണത്തില്ല, ഇവിടെ ഞാൻ മൊത്തം നോക്കിയതാണ്. അപ്പോൾ നമുക്ക് നേരെ അപ്പുറ സൈഡിൽ പോവാം. അപ്പുറത്ത് കാണണം ആ ഒരു സ്ഥലം കാണുമ്പോഴേ മനസ്സിലാവും അവിടെ എന്തെങ്കിലുമൊക്കെ കാണാം. എടി ഇതിനി പൊട്ടിക്കാൻ ഒക്കത്തില്ലടാ. അത് പൊട്ടിക്കാൻ ഒക്കത്തില്ല. അതിന് പോട്ട് അത് വെച്ചിട്ട് ഒന്നും ഉണ്ടാക്കാൻ ഒക്കത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്നാലും ഡയമണ്ടിൻ്റെ പിക്കാക്സ് ഉണ്ട്. ഡയമണ്ട് തന്നെ വേണോ അതിന്? നമുക്ക് ഇതിനകത്ത് പോയി നോക്കാം. ഡയമണ്ട് തന്നെ വേണം. എടാ മൂനി, ഡയമണ്ടിൻ്റെ പിക്കാക്സ് തന്നെ വേണമെന്നൊന്നും ഇല്ലല്ലേ, അയണിൻ്റെ പോരി. എനിക്ക് കറക്റ്റ് അറിഞ്ഞോളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ്. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പുറത്തെ സ്ഥലത്തോട്ട് പോയി. ഇവിടെ എന്തായാലും ഒരു മാങ്ങയില്ല. ഇവിടെ കുറേ കോപ്പറും ഉണ്ട്. ഇപ്പോൾ കോപ്പർ വെച്ചിട്ട് നമുക്ക് കോപ്പർ വെച്ചിട്ട് നമുക്ക് മറ്റേ ആർമറൊക്കെ ഉണ്ടാക്കിയെടുക്കാം അല്ലേ. അതൊരു നല്ല കാര്യമാണ്, കാരണം കോപ്പർ നമുക്ക് വെറുതെ കിട്ടുന്നൊരു സാധനമാണ്.
പക്ഷെ ഞാൻ വെച്ചൊന്നും ഉണ്ടാകത്തില്ല. നമ്മൾ ഉള്ളി പ്യുവർ. ഓ അവിടെ ഞാൻ വിചാരിച്ച ചത്തൊന്ന് ഡെഡാന്ന് വിചാരിച്ചു. നമുക്ക് കുറച്ച് വുഡും കാര്യങ്ങളും ഒപ്പിക്കണം. അങ്ങനെ ചില സാധനങ്ങളെ കൊണ്ട് അതൊക്കെ ഒന്ന് സെറ്റാകണം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫാം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. സത്യമായിട്ട് ഇനി വയ്യ ഗൈസ്. ഈ ഗെയിം തന്നെ ഞാൻ കളിച്ച് എങ്ങനെയാണ് നിന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ഗെയിം കളിച്ച് വെച്ചിട്ട് ഇപ്പം 2 ദിവസം ആവുന്നു. ഇപ്പോഴാണ് ഇതിൻ്റെ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ 11 ദിവസമായിട്ട് കളിക്കുമല്ലേ. ഓ ഏതാ ചാവടെ എടാ ഞാൻ രാത്രിയാ. എടാ അത് ഞാൻ ഒറ്റടിക്കത്തെ എൻ്റെ ആർമൊക്കെ കൊണ്ടുവരും. ഞാൻ ഒറ്റടി ഇരുത്ത് എനിക്കിരിക്കും. നമുക്ക് ഒന്നുകൂടെ പോയി നമ്മുടെ സാധനങ്ങൾ ഡീസ്പോൺ ആവുന്നതിന് മുമ്പ് നമുക്ക് അവിടെ പോയി എടുക്കണം. ഈ ഒരു സ്ഥലത്തായിട്ടായിരുന്നു ഞാൻ അതാണ് അതാണ്ട് ഓ എന്തായാലൊക്കെ ഡീസ്പോണായി കാണും. ഇനി എല്ലാം ഉണ്ട് എൻ്റെ കയ്യിൽ. നമ്മുടെ ഒരു ഹെൽമെറ്റ് പിന്നെ ഷൂ ബൂട്ട് മാത്രമല്ലേ ഉള്ളായിരുന്നു. വേറെ ഒന്നുമില്ലായിരുന്നല്ല. വേറെ ഒന്നുമില്ലായിരുന്നു. എന്തൊരു മിസ്സിങ് ആയതുപോലെ എനിക്കൊരു ബിഗ് പ്രോബ്ലം പറ്റി. ഞാൻ ഈ ഗെയിം കളിച്ചതിന് ശേഷമാണ് എനിക്ക് ആ ടോർച്ച് നിങ്ങൾ അവിടെ കിടന്ന് കണ്ടു കാണും. പക്ഷേ ഞാനത് ശ്രദ്ധിച്ചില്ല ഗൈസ്. എൻ്റെ കൈ കിട്ടിയോന്നും ഇപ്പം എനിക്ക് അറിയത്തില്ല. ബിക്കോസ് ഞാൻ ഗെയിം കഴിഞ്ഞിട്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. അയ്യോ അത്ര ടോർച്ച് പോയി. അവിടെ നമുക്കിപ്പോൾ നേരെ പോയിട്ട് അയൺ ഒപ്പിക്കാനുള്ള പരിപാടി സെറ്റാക്കാം. അവിടെ എവിടെയെല്ലാം കാണും. ഇതേപോലെ ഗുഹകളിലൊക്കെ കാണും. ഇതിനകത്ത് കയറിപ്പോടെ എനിക്ക് കണ്ടാ ഞാൻ ടോർച്ച് എടുത്തില്ല. അയ്യോ പോട്ട് എടാ. എന്നിട്ട് ഞാൻ നേരത്തെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചടാ അയ്യോ ടോർച്ച് എടുത്തോണ്ട് വരണ്ടായിരുന്നു. ഞാൻ ടോർച്ച് വീട്ടിൽ വെച്ചേക്കാന്ന് വിചാരിച്ചിരിക്കുക. അയ്യോ എനിക്കില്ല അറിയോ. എടാ പോടാ പോട്ടെ. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് അയൺ തപ്പി തുടങ്ങാം. ഇവിടെ എവിടെയൊക്കെ അയൺ കാണാതിരിക്കില്ല. കാരണം ഇതേപോലത്തെ റീജിയൻസിലാണ് അയൺസ് കാണാൻ വളരെ അധികം താല്പര്യം. ഇതാണ് സാധനം കണ്ടാ കിട്ടി. അപ്പം അതായി. പക്ഷേ 2 എണ്ണം ഉള്ളടാ ഗൈസ്. തവണ വീണ്ടും അയൺ കിട്ടി. നിങ്ങൾ ശരിക്കും ക്രിയേറ്റീവിൽ പിടിച്ച് ഞാൻ സാധനം വെച്ചാന്ന്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ സീഡ് ഞാൻ കമൻറ്റ് പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ പോയി തപ്പി കണ്ടുപിടിക്കൂ. അതാണ്ട് എൻ്റെ സൈഡിൽ കോർഡിനേറ്റും കാണിക്കുന്നുണ്ട്. ഇനി എന്തോ വേണം നിങ്ങൾ പോയി നോക്കൂ. അയ്യോ ഇനി നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണണമല്ലോ. അതാണ്ടായൺ കണ്ട ഞാൻ പറഞ്ഞല്ലേ. അതിൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ പോയി നോക്കിയാൽ മതി. ഇനി ഞാൻ കൊണ്ട് ചെയ്യാനൊന്നും പറയില്ല. ഞാൻ സ്വന്തമായിട്ട് വെറുതെ ഏതോ നമ്പർ അടിച്ചെടുത്ത് 4 അക്കോ നമ്പരെ കണ്ടേ ഉള്ളെന്ന് തോന്നുന്നത് കേട്ടോ. 4 അക്കോ 3 അക്കോ എനിക്ക് കറക്റ്റ് അറിഞ്ഞോളൂ. ഞാൻ ചുമ്മാ അടിച്ചത്. ഞാൻ വേറെ എന്തൊരു പേരടിച്ചത്. പക്ഷേ അത് നമ്പറായിട്ടാണ് വന്നത്. അതെ ഇവിടെ മൊത്തം അയണ ഉള്ളി അയൻസ്. ഇടാ ഓഹോ നമ്മളപ്പം നമുക്ക് ഫാം ഉണ്ടാക്കാം. എന്തായാലും തീരൊന്നുമില്ല. സാധനങ്ങളെല്ലാം സെറ്റായി ഏകദേശം. എന്തായാലും നമുക്കവിടെ സാധനങ്ങളൊക്കെ സെറ്റായി. നമുക്ക് ഇനി പോയിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്താൽ മതി ഫാം. അയ്യോ എനിക്ക് വയ്യേ. അപ്പം 20 അയൺ ഇനി സ്മെൽറ്റ് ആവണം. 22 അയൺ എൻ്റെ മൊത്തത്തിലുണ്ട്. എടാ വേറൊരു സീഡ് ഉണ്ടായിരുന്നു കേട്ടാ. അതിനകത്ത് അയണേ ഉള്ളൂ. 10-20 സ്റ്റാക്ക് അയണൊക്കെയാണ് എനിക്ക് കിട്ടുന്നത്. നമുക്ക് അടുത്തോട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. മാസമായിരിക്കും. അത് ഞാൻ തുമ്മിയതാണ് കേട്ടോ ആ സാധനം അങ്ങനെ പോയത്. അപ്പോൾ ഗൈസ് ഇനി നമ്മളിത് എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വുഡൊന്ന് ചോപ്പ് ചെയ്തിട്ട് സെറ്റാക്കാം. ഇനി മറ്റേ ബോട്ട് ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ബോട്ട് ഉണ്ടാക്കിയിട്ട് വില്ലേജസിനെ കൊണ്ടുവരണം. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അതുകൊണ്ട് അയണൊക്കെ ആയി വരുന്നുണ്ട്. നമുക്ക് അപ്പോഴത്തേക്കും പോയി വില്ലേജൊക്കെ സെറ്റാക്കി കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ബോട്ട് കൊണ്ട് അയ്യോ അപ്പോൾ നമ്മുടെ ബോട്ട് എടാ അയ്യോ ഞാൻ അതിനകത്ത് കയറി. എടാ ഇത് പൊട്ടിക്കണ്ടേ. ആക്സ് വെച്ചിട്ട് പിടിക്കാം. ഇവനെ തൂക്ക്. എടാ എന്തിനടെ നിങ്ങൾ കാണിക്കുന്നത്. കയറ ഇതിനകത്ത്. ഇവിടെ ഇരിക്കുന്നില്ല അത്. കിട്ടി. ഇവൻ മതിയാടാ. ഇവൻ മറ്റേ ജോബ്ലെസ് ആണോ അതോ പച്ചയില്ലേ ജോബ്ലെസ്? എന്തൊക്കെയോ ഇരി നീ ഇതിനകത്ത് ഇരി അവിടെ അത്രേ ഉള്ളൂ. ഇനി ഒരുത്തനെയും കൂടെ തോണ്ടെടുത്ത് നിൽക്കുന്നത്. അവനെയും കൂടെ തൂക്കും. എൻ്റെ മറ്റേ ലീഷ് ഇരിപ്പുണ്ട്. ലീഷ് എന്നല്ലേ ഇതിനെ പറയുന്നത്. അയ്യോ എടാ ഇത് വെച്ചിട്ട് നമുക്ക് ഇവനെ എടുക്കാറില്ലല്ലേ. ബോട്ടിൽ കയറാ ബോട്ടിൽ. എടേ ബോട്ടിൽ കയറ്. എടാ ഈ ചുമയാണെങ്കിൽ അങ്ങ് സഹിക്കാനും വയ്യ.
എടാ എൻ്റെ ബോട്ട് ഇന്നെ വലിച്ചോണ്ടാ വെയിറ്റൊക്കെ. പെട്ടെന്ന് വാടാ മോനെ, വാടാ മോനെ, വാടാ മോനെ, വാടാ മോനെ, വാടാ മോനെ. അതുകൊണ്ട് ഒരുത്തൻ കയറി കഴിഞ്ഞത്. എടാ അവൻ നല്ലതാണോ? ആരെല്ലാം കിട്ടിയത് കിട്ടി. വാ പോവാ. വാടാ പോടാ. എടാ വാടാ പോടാ. എടി എന്തരടേ ഇത്? അതേ സാധനം നമ്മൾ ചെറുക്കന്മാരെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. സോംബി 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 സോംബി. എടാ ഇത് കടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സീനാവും കൂടാ. ഒന്നാമത് ഇവന്മാർ എടുത്തോണ്ട് വരുന്നത് എന്തൊരു പാടാന്നറിയോ. നമുക്ക് ഇപ്പം എന്തായാലും പോയി കിടന്ന് ഉറങ്ങാം. എന്നിട്ട് നമുക്ക് രാവിലെ ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ഇവിടെ മോനെ സീൻ സ്ലീപ്പ് തോന്നി നൈസ് നൈസ് എന്ന് നൈറ്റ്. ഓക്കെ, നമ്മളങ്ങനെ രാവിലെ ഇരിക്കുന്നു, ചായ കുടിച്ചിട്ട് എനിക്ക് പോടും. എവിടെയാടാ അവന്മാർ? എവിടെയാ? ഞാൻ സോംബിയെ കടിച്ച് ഡെഡായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ അവന്മാർ ഇറങ്ങി ഓടുമല്ലേ. നമുക്ക് എന്തായാലും അയൺ ഫാം ഞാൻ ചെയ്താൽ കഴിയാൻ ഓടിച്ചെന്ന് അയൺ ഫാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് അവന്മാർ അതിനകത്ത് തുറന്നുവിടാം. ദാറ്റ് ഈസ് എ ഗുഡ് ഐഡിയ ഫോർ മീ. അപ്പോൾ നമുക്ക് അയൺ ഫാമിൻ്റെ പരിപാടി അങ്ങ് തുടങ്ങാം. ഇവിടെ എന്തായാലും മണ്ണ് വെച്ച് സെറ്റാക്കണം. ഗൈസ് നമുക്ക് ഇതൊന്ന് ഈ രീതിയിലാണ് ചെയ്യണം. നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. ഗൈസ് നിങ്ങൾ എടാ നിങ്ങൾ കഴിഞ്ഞോട്ടം കാണിച്ച സപ്പോർട്ട് പോലെ ഇതേ ഇപ്പോഴും ഒന്ന് കാണിക്കുക ഗൈസ്. പിന്നെ വേറൊരു ബ്രോ എൻ്റെ ചോദിച്ചായിരുന്നു ഞാൻ ഏത് റിസോഴ്സസാണ് യൂസ് ചെയ്യുന്നതെന്ന്. എനിക്ക് തോന്നുന്നു ഞാൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ പ്യുവറായിട്ടാണ് ഇപ്പോൾ കളിക്കുന്നത്. ഓക്കെ ഓക്കെ ഇതിൻ്റെ അടിയിൽ മുഴിച്ചാൽ ഇല്ല. നമുക്ക് ഇതും കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ബോക്സ് ഇറക്കാം ആക്കി ഇടണം. എന്നിട്ട് ബോക്സ് ഇറക്കാം. അയ്യോ അതൊക്കെ മതി. ബോക്സ് ഇറക്കാം ആക്കി എടുത്തിട്ട് ചുറ്റിനും മതിൽ കെട്ടണം ഗൈസ്. മതിൽ കിട്ടിയിട്ട് ഇവിടെ നമുക്ക് മറ്റേ വില്ലേജേഴ്സിനെ കൊണ്ടം കിട്ടണം. അത്രേ ഉള്ളൂ. അല്ലാതെ കുറച്ച് ചില്ലറ പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ അങ്ങ് ചെയ്ത് വെക്കാം. ഓക്കെ, എന്തായാലും ഞാൻ ഇച്ചിരി സ്പീഡ് ഓടിക്കാം. നമുക്ക് മറ്റേ ശുദ്ധീകരണം ചെയ്താലും മറ്റേ ഒരു സാധനം ഉണ്ടല്ലോ, മറ്റേ ഈ ക്യാമറ എടുത്തിട്ട് ഈ ആകാശത്ത് പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നൊക്കെ വരുന്നത് റീപ്ലേ മോഡ്. ആ മോഡ് ഇടിച്ച് കയറ്റാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, അതാക്കി ഞാൻ ക്രിയേറ്റീവ് ആക്കേണ്ടി വരും. അത് കാരണം ഞാൻ ഇതുവരെ ആക്കാത്തത്. ക്രിയേറ്റീവ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇവ ക്രിയേറ്റീവ്. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇങ്ങനെ തന്നെയായിരിക്കും പോകുന്നത്. നിങ്ങൾ പറയാം എന്തോ ചെയ്യണമെന്ന്. ഇല്ലെങ്കിൽ അല്ലാത്തവന്മാർ വന്നിട്ട് പറയും ഇവൻ ക്രിയേറ്റീവ് ഉടായ്വ് വേണ്ട. അതൊന്നും വേണ്ട, ശരിയാവത്തില്ല. അത് കാരണം ഞാൻ ഇതുവരെ ഒന്നും ചെയ്യാത്തത്. ഇല്ലെങ്കിൽ ഇപ്പോൾ റീപ്ലേ മോഡൊക്കെ അടിച്ച് വെച്ചിട്ട് നമ്മൾ എന്തുവായിരുന്നു ഞാൻ പറഞ്ഞത്, ടൈം ലാപ്സോ അങ്ങനെ എന്തെങ്കിലും കണ്ടില്ലേ പറയുന്നത്. ഇനി പനിയായിട്ട് ഞാൻ കിറിഞ്ഞിരിക്കും. അതിന് എടാ ഇവിടെ ഇങ്ങനെ അല്ലായിരുന്നു, മറ്റേ സ്റ്റെപ്പ് വെച്ചിട്ടേ അങ്ങനെ. അത്രേ ഉള്ളൂ. നമുക്ക് ഇതിന് ചുറ്റിന് നമുക്കൊന്ന് മറ്റേ സാധനം ഒന്ന് സെറ്റ് ചെയ്യണം. മതിൽ ഗൈസ്. അപ്പം നമ്മൾ ഉറങ്ങി എണീറ്റു, ചായ കുടിച്ചു, വീണ്ടും ഇറങ്ങി പോയിരിക്കുന്നു. അപ്പോഴാണ് ഗൈസ് ഞാൻ ആ ഒരു കാര്യം കാണുന്നത്. എടാ ഭീകര ഇതിനകത്ത് അടിക്കില്ല ഇത് ഭയങ്കര നമുക്ക് ഡാമേജ് തരും കേട്ടോ. ഈ കൊച്ചു സോംബി ഭയങ്കര ഡാമേജ് കേട്ടാ. അവൻ ചത്ത്. അപ്പം നമുക്ക് ഇനി പോയിട്ട് ബാക്കിയുള്ള പരിപാടി കൂടെ സെറ്റാക്കാം. നമുക്ക് ഇനി ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് അവന്മാരെ പിടിച്ചിടണം. ഒരുത്തനെ പിടിച്ചിടണം. എന്നിട്ട് ഇവിടെ ഈ ഒരു സൈഡിൽ വേറൊരുത്തനെ പിടിച്ചിടണം. പക്ഷെ ആ ഒരു സംഭവം സെറ്റിയുടെ ഇവിടെ വരണം. ഗൈസ് എൻ്റെ മറ്റേ SMBയിൽ ഒരെണ്ണം സെറ്റ് ചെയ്തായിരുന്നു. പക്ഷേ ഇത് വർക്കല്ല ഗൈസ്. പിന്നെ ഞാൻ ഇത് മറ്റേ ഫ്ലാറ്റ് വേൾഡിൽ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ അവിടെ എനിക്ക് വർക്കായി. മറ്റേ ക്യാരറ്റ് ഫാമാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്കൊരു കുഴപ്പമുണ്ട്. സംഭവം എനിക്കല്ല, ഈ വില്ലേജേഴ്സിനൊരു കുഴപ്പമുണ്ട്. ഞാൻ ഇപ്പം നിൽക്കുന്ന വില്ലേജിലൊരു കുഴപ്പമുണ്ട്. അവിടെ ഫാം ചെയ്യുന്ന സാധനമേ കാണുന്നില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ക്യാരറ്റ് എങ്ങാണ്ടുണ്ട്. നമുക്ക് ആ ഒരു ക്യാരറ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് കുറച്ച് വുഡ് വേണമായിരുന്നു. അപ്പം ഞാൻ ഈ കടലോട്ട് വന്നു. അടുത്ത് തന്നെയായിരുന്നു. പിന്നെ ഗൈസ് എനിക്ക് ഈ വുഡ് കിട്ടാനാണ് ഗൈസ് ഭയങ്കര പാട്. ഈ വുഡ് കിട്ടുന്നതാണ് ഏറ്റവും വലിയ പാടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ വല്ല വുഡും ഉണ്ടോ അതുമില്ല. നമ്മളവിടെ മൊത്തം പാറകൾ മാത്രം.
പാറ വേണ്ട സമയത്ത് അത് കിട്ടത്തില്ല. അതിൻ്റെ അടുത്ത് മൊത്തവും മറ്റില്ല സാധനമായിരിക്കും, മരം. അയ്യോ. അപ്പോൾ ഗൈസ് നമുക്ക് തിരിച്ച് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ചെസ്റ്റ്, പിന്നെ ഇവിടെ ഒരു ചെസ്റ്റ്, അത്രേ ഉള്ളൂ. നമുക്ക് മറ്റേ ക്രൗച്ച് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഹോപ്പർ ഈസി. ഇനി നമുക്ക് ഇതൊക്കെ മൂടിയിട്ട് നമുക്ക് മറ്റേ സാധനം സെറ്റ് ചെയ്യാം ഗൈസ്. എന്തുവായിരുന്നു പറയുന്നത്? ഇതൊക്കെ നമുക്ക് മറ്റേ മൈൻ കാർട്ട് വെക്കാൻ വേണ്ടി വരും. വെയിറ്റ് ആക്ക്. ഗൈസ് അപ്പോൾ ഈ ഒരു രീതിയിലേക്കാണ് സാധനം സെറ്റ് ചെയ്യേണ്ടത്. ആൾ ഈസ് ഗുഡ്. എടാ ഇതിപ്പോൾ പൊട്ടിച്ചാൽ നേരെ താഴോട്ട് പോകുന്നോട്ടെ. പോയാ ഓപ്പറേ വരത്തില്ലല്ലോ. നിങ്ങൾ ഇതിലെ കൂടെ കുടിച്ച് പോയി നോക്കട്ടെ. വെയിറ്റൊക്കെ വന്ന്. അപ്പോൾ വർക്കിംഗ് ആണ് സാധനം. നമുക്ക് നോക്കട്ടെ. അത് ഇനി അവർ കൊണ്ടിടുന്നതാണ് എനിക്കറിയേണ്ടത്. അവരത് കൊണ്ടിടുമോ? നമുക്ക് ഇനി ഇവിടെ ഒരു റൂം കണക്കാക്കിയിട്ട് മറ്റേ ലവന്മാരെ പിടിച്ച് ഇതിനകത്ത് ഇടണം. അതൊന്ന് സെറ്റ് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മറ്റേ ശിവന്മാരെ ഇതിൽ നിന്ന് ഇറക്കണ്ട്. അവന്മാരെ ഇറക്കാൻ ഞാൻ അവരെ ഇറക്കി. നമുക്ക് ഈ സാധനത്തിനകത്ത് ഇനി ഇവനെ പിടിച്ച്. ഓക്കെ. എടാ അവൻ പോയി. നിക്കടേ. എടാ ഈ ബോട്ട് പൊട്ടുന്നില്ലടാ. എടാ അവൻ പോടാ. ഇപ്പം പൊട്ടറ. എടാ അവൻ പോയി. അവൻ എസ്കേപ്പായി. എടാ അവൻ എന്തിടാ. അതോ പോണു. പിടി അവനെ പിടി. നിക്കടാ മോനെ. നിക്കടാ പോലറാ. എന്തരടേ കാണിക്കുന്നേ? പക്ഷേ എടി ഈ ബോട്ട് ഇവിടെ വെക്കാനും നോക്കുന്നില്ല. അത്രേ ഉള്ളൂ. ഈസി ഗെയിം. വാ എന്ത് ഉട്ടായ്പ സാധനങ്ങളാണ്. പെട്ടെന്നോ മോനെ. അപ്പോൾ ഗൈസ് ആളീസ് ഗുഡ്. ഇവനെ ഇനി തള്ളി അതിനകത്ത് കൊണ്ടിട്ടാൽ മതി. അയ്യോ അവ അപ്പുറത്ത് പോയി. ഞാൻ അപ്പുറത്തോട്ട് വളച്ച് വെക്കാൻ മറന്നുപോയി. അയ്യോ. ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് വെച്ചിട്ടൊരു വളവ് കൊടുക്കാം. എടാ ഞാൻ എന്തോ കാണിക്കുന്നേ? മൂനി മാസ് ഇവിടെ ഇടണം. ഇവിടെ എങ്ങനെയായാലും അത് വളയും. ഇതങ്ങ് കുടിച്ച് കളയാം. കറക്റ്റ് നമ്മളിവിടെ ഒഴിക്കും. ചേട്ടാ ഇനി ഇവനെ തള്ളി അങ്ങോട്ട് കൊണ്ടേ. ഇവനെ തള്ളിക്കഴിഞ്ഞാൽ അകത്തേ കൂടാ ഭായി. ഷിറ്റ് ബ്രോ. അന്തർ ജാവോ ഭായി. ക്യാ ഭായി? അന്തർ ജാവോ, ജൽദി ജാവോ. എടാ ഇവൻ കയറുന്നില്ലടാ. എന്തരടാ ഇത്? അപ്പോൾ ഗൈസ് നമ്മൾ മാസമായിട്ട് ഇവനെ ഇതിനകത്താക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എടാ സോംബി. എടാ എൻ്റെ ഒന്നുമില്ല. എടാ അടിക്കല്ലേടാ. അവനെ അടിക്കല്ലേടാ. കഷ്ടോട്ട്. എടാ ഞാൻ അവനെ കൊന്നടാ. അയ്യോ. എടാ ഞാൻ ചത്ത്. അടി ഇവനെ രക്ഷിക്ക. എടാ അവനെ അടിക്കല്ലടാ. അവനെങ്കിലും വെറുതെ വിട്ടടാ. അടിക്കല്ലടാ. ആരാ ഹാട്ടറാ? അടിക്കല്ലേടാ. അടിക്കടാ. അടിച്ചടാ. എടാ അവനെ കൊന്ന് ചെറുക്കനെ തൊടുന്നോടാ. എടാ എൻ്റെ ആർമറൊക്കെ അവ എടുത്തടാ. ആർമർ മീൻസ് തലയോട്ടി. എടാ അവനെ സോംബി ആക്കി. പോ. അവന്മാരെ ഇനി പോയി കൊണ്ടുവരണ്ടടാ. എന്തരടാ ഇത്? എടാ ഞാൻ പ്രതീക്ഷിക്കാതെ അവന്മാരെ ഒന്ന് കയറിടാ. പിന്നെ ഗൈസ് ഞാൻ മറ്റേ ഫിറ്ററിങ് ടേബിളോ ആ ടേബിൾ വേണമായിരുന്നു. അതും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മറ്റേ പിന്നെ ലിൻഡ് 2 പിന്നെ 4 വുഡും മതിയായിരുന്നു. ആ സാധനം. ബാക്കിയെല്ലാം നമുക്കിനി പെരിയ സെറ്റാക്കി ഞാൻ വില്ലേജസിനെ ഒപ്പിക്കണം. ഗൈസ് ഇത് സത്യത്തിൽ 2-2.5 മണിക്കൂറായി വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഞാൻ ഇത് കട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ സത്യം 2.5 മണിക്കൂർ നിങ്ങൾ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ബെഡ് വേണമായിരുന്നു. 4-3 ബെഡ് വേണം. 4-3 വേണം. 2 ബെഡ് കാണാൻ മതി. എന്തായാലും എൻ്റെ ഒരു സേഫ്റ്റിക്ക് 3 ബെഡ് എടുത്തിട്ടുണ്ട്. നമുക്കിനി അവിടെ കൊണ്ടിട്ട് ആ ബെഡൊന്ന് പേസ്റ്റ് ചെയ്യണം. അവിടെ വെക്കണം. ഗൈസ് അപ്പം നമ്മൾ ഇവനെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചിട്ട് അത് പൊട്ടിക്കാം. എടാ ഞാൻ ഇതിനകത്ത് ഇറങ്ങി കഴിഞ്ഞാൽ പറ്റില്ല. ആ സാധനം വീണ്ടറാ. എടാ ആ സാധനം എന്തിടാ? ഷീറ്റ്. അത് അങ്ങിരിക്കുക. ഇനി അങ്ങ് പോകണം. ഇരിക്കേ ഉണ്ടാക്കണമില്ല. എൻ്റെ അല്ല. അയ്യോ അയണ്ടൊന്നും വേണ്ട. കാരണം കൈസ് എൻ്റെ ഒരു ക്യാരറ്റ് ഉണ്ട്. അത് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിഞ്ഞൂടാ. എവിടെ നിന്നോ കിട്ടിയതാണ്. ഒറ്റ ക്യാരറ്റ്. എടാ വീണ്ടും ആയടാ. എന്തരടേ പരിപാടി? വാട്ട് ഹോലീസ്. എനിക്കിതൊന്ന് പൊട്ടിക്കട്ടെ. എടാ അതിമാകും. ഇത് അടക്കിട്ട് ആ മാക്സിമം ചാടാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന അവന്മാരൊക്കെ പൊട്ടി. ഇനി ഇവിടെ വിളകൾ വെച്ച് കൊടുക്കാം. നമ്മുടെ ഒരു ക്യാരറ്റ് നമ്മൾ ആ ക്യാരറ്റ് വെച്ച് കൊടുക്കാം. ഓക്കെ അപ്പം അതായി. അപ്പോൾ ഗൈസ്
നമ്മുടെ ഫാം എന്തായാലും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഇച്ചിരി കൂടെ ബിൽഡപ്പ് ചെയ്യാം. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഞാൻ ഡെഡായി പോകും. ഒന്നാമത് എനിക്ക് പനിയാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തു പോണത്. നമുക്ക് ഇനി ഇതിൻ്റെ മേളെ തട്ടൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. ഇതൊന്ന് വൃത്തിയാക്കട്ടെ. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത എന്തൊരു പണിയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി, നമുക്കത് സെറ്റാക്കാം. പിന്നെ ഗൈസ് നിങ്ങൾ ഇനി അടുത്ത വീഡിയോ വരുമ്പോൾ എന്തായാലും 2-3 ദിവസം എടുക്കും, 4-5 ദിവസം എടുക്കും. എനിക്ക് പനിയാണ്. ഈ പനിയൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് കാണാം. ഇതായിരിക്കും. ബൈ.